ഹായ്. യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അതിൽ അവർ പറഞ്ഞിട്ടുള്ളത്, കോഴിക്കോട്ട് CPM-ൻ്റെ ലക്ഷ്യം എല്ലാ വഴികളിലൂടെയും താമരക്കുളം നനയ്ക്കുക എന്നതാണ്. ഇതാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ഉള്ളടക്കം. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത്, കോഴിക്കോട് കോർപ്പറേഷനിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കണം. അതിന് കാരണം LDF-ൻ്റെ ഒരംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ്. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് 4 പേര് UDF-ൻ്റെ ആളുകൾ, 4 പേര് BJPയുടെ ആളുകൾ, ഒരാൾ LDF-ൻ്റെ ആൾ. LDF-ൻ്റെ അംഗം സ്വാഭാവികമായിട്ടും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് 4-4 വന്നപ്പോൾ അവിടെ നറുക്കെടുപ്പ് വന്ന് ആ നറുക്കെടുപ്പിൽ BJP ജയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് UDF-ൻ്റെ മുഴുവൻ അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് 7 സ്ഥിരം സമിതി അംഗങ്ങളും BJPക്ക് ലഭിച്ചു. 7 സ്ഥിരം സമിതി അധ്യക്ഷന്മാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റീൻ്റെ അധ്യക്ഷന്മാരും BJPയുടെ അംഗങ്ങളായി. അവിടെ UDF മുഴുവനായിട്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന UDF-ൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാവിന് ഒരു പ്രശ്നവുമില്ല. ഇനി കാസർഗോഡ് പൈവളിക പഞ്ചായത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെ ലീഗിൻ്റെ ഒരംഗം BJPക്ക് വോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. CPIM-ൻ്റെ ഒരംഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വിജയിക്കും എന്നുള്ള ഘട്ടം വന്ന സമയത്ത് CPIM-ന് ആ സ്ഥാനം കിട്ടരുത് എന്ന് കരുതിയിട്ട് ലീഗിൻ്റെ UDF-ൻ്റെ ഒരംഗം നേരെ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് പൈവളിക പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊന്നും ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ നേതാവിന് ഒരു പരാതിയുമില്ല. LDF-ൻ്റെ അംഗം ഒരേ ഒരു അംഗം കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അവർ CPM-നെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ അവരുടെ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്നു. അത് സ്വാഭാവികമായിട്ടും വിട്ടു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കാസർഗോഡ് പൈവളിക പഞ്ചായത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ലീഗിൻ്റെ ഒരാൾ നേരെ BJPക്ക് വോട്ട് ചെയ്തിട്ട് CPM-ൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിലേക്ക് ഒരാൾ വിജയിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനൊന്നും ഇവർക്ക് യാതൊരു പരാതിയുമില്ല. ഇവർക്ക് ആകെ പരാതിയുള്ളത് LDF-ൻ്റെ ഒരംഗം കോഴിക്കോട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിന്നു എന്നുള്ളത് മാത്രമാണ്. ഇതുതന്നെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയേണ്ടി വരും.